നമ്മുടെ ഭൂമി അടങ്ങുന്ന ഈ സൗരയൂഥം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. അത് മിൽക്കി വേ ഗാലക്സിയിലാണ്. എന്നാൽ മിൽക്കി വേ ഗാലക്സിയുടെ എവിടെയാണ് നമ്മുടെ സൗരയൂഥത്തിൻ്റെ സ്ഥാനം? ആ സ്ഥാനത്തിന് വലിയ പങ്ക് തന്നെയുണ്ട്. ഇവിടെ ജീവൻ നിലനിൽക്കുന്നതിനുള്ള പങ്ക്. ആ സ്ഥാനത്ത് നിന്ന് അല്പം അങ്ങോട്ടോ അല്പം ഇങ്ങോട്ടോ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഈ സൗരയൂഥം ഇങ്ങനെ ആയിരിക്കില്ല, ഈ ഭൂമി ഇങ്ങനെ ആയിരിക്കില്ല. ഇവിടെ ഒരുപക്ഷേ ഒരു തരത്തിലുള്ള ജീവജാലങ്ങൾ പോലും ഉണ്ടായിരിക്കില്ല. ഭൂമിയുടെ അല്ലെങ്കിൽ സൗരയൂഥത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ മിൽക്കി വേ ഗാലക്സിയുടെ വലിപ്പം ഒന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെയുള്ള ദൂരം അല്ലെങ്കിൽ അതിൻ്റെ വ്യാസം 1,00,000 പ്രകാശവർഷമാണ്. അതായത് പ്രകാശം 1,00,000 വർഷം യാത്ര ചെയ്യുന്ന അത്രയും ദൂരമാണ്. ഇതിൻ്റെ ഏറ്റവും മധ്യഭാഗമാണ് ഏറ്റവും കയോട്ടിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അരാജകത്വം നിറഞ്ഞിട്ടുള്ള ഒരു പ്രദേശം. അവിടെ ഒരുപാട് തമോഗർത്തങ്ങളും ഒരുപാട് നക്ഷത്രങ്ങളും ന്യൂട്രോൺ സ്റ്റാറുകളും മാഗ്നറ്റ് സ്റ്റാറുകളും പൾസാറുകളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അത്രയും അരാജകത്വം നിറഞ്ഞൊരു ഭാഗത്താണ് നമ്മുടെ സൗരയൂഥം നിലനിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ജീവജാലങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുകയില്ലായിരുന്നു. അതായത് നമ്മളൊന്നും ഇവിടെ ഉണ്ടായിരിക്കില്ലായിരുന്നു. ആ മധ്യഭാഗത്തു നിന്നും ഏകദേശം 25,000 പ്രകാശവർഷങ്ങൾ മാറിയുള്ള ഈ ഒരു ഗാലക്സിയുടെ ഒരു ആമിലാണ് നമ്മുടെ സ്ഥാനം. സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോർ വീഡിയോസ്.